അനിൽകുമാർ, ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഡോക്ടർ തോമസ് ഐസക്ക് ഇന്ന് വിശദമായി തന്നെ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടിട്ടുണ്ട്. അത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് UDF-നോട്, അവർ വ്യക്തത വരുത്തണം എന്ന് പറയുന്നു. അതാണ് ഞാൻ രാജു പി നായരോട് ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾക്കെല്ലാം മറുപടി നൽകും, അത് നൽകപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അത് തങ്ങൾക്ക് ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷയാണ് രാജു പി നായർ ഇവിടെ പ്രകടിപ്പിച്ചത്. ഒപ്പം തന്നെ വന്യമൃഗശല്യം, അതിൽ ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, ശിവശങ്കർ പറഞ്ഞത് കേട്ടല്ലോ, അതിൽ ഇനി കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ല, പൂർണ്ണമായും സംസ്ഥാനത്തിന് നൽകിക്കഴിഞ്ഞിരിക്കുന്നു അതിന് ഉള്ള അധികാരം, എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായാൽ പോലും അത് ഗുണകരമാകും തങ്ങൾക്ക് എന്നിവർ രണ്ടുപേരും അവകാശപ്പെടുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ BJP-ക്കാർ പറയുന്നൊന്നുമല്ല പ്രചരണ വിഷയങ്ങൾ. BJP-ക്കാർ കടുത്ത വർഗീയവാദികളാണ്. ഈ വർഗീയവാദികൾ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന പരിശ്രമം ഇന്ന് ആരംഭിച്ചതല്ല. ഈ ജില്ലയുടെ ഭാഗമായിരുന്ന സ്ഥലത്ത് തന്നെ മലപ്പുറം എന്ന് പറയുന്ന ജില്ല രൂപപ്പെടുത്താനുള്ള ഒരു പരിശ്രമം ഗവൺമെൻറ് ആരംഭിച്ചപ്പോൾ ഇത് കുട്ടി പാകിസ്ഥാനാകും, മാപ്പിളസ്ഥാനാകും എന്ന് പറഞ്ഞ് തുടങ്ങിയവരാണ് ഇവിടുത്തെ BJP-ക്കാരും RSS-കാരും. അതിനോട് കൂട്ടിച്ചേർന്ന് സമരം നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് BJP-യും കോൺഗ്രസും രണ്ടാണ് മലപ്പുറത്തെന്നല്ല, രണ്ടു കൂട്ടരും ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിലാണ്. ഇതുവഴിയാണ് നമ്മുടെ മലയോര പാത പോകുന്നത്. ബഹുമാനപ്പെട്ട ശിവശങ്കർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയോര പാത ഈ മണ്ഡലത്തിലെ 4-5 പഞ്ചായത്തുകളിലൂടെ കടന്നു പോവുകയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ ഏതെങ്കിലും റോഡ് ടാർ ചെയ്യാൻ ബാക്കിയുണ്ടോ? ഏതെങ്കിലും റോഡ് മേൽത്തരമായി വികസിപ്പിക്കാൻ ബാക്കിയുണ്ടോ? ഉണ്ടേ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഇന്നലെ ഇവിടെ സംസാരിച്ചപ്പോൾ നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീ ലീല, അവരെ കണ്ടു. അവരൊരു യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അവരെ പരിചയപ്പെടാനിടയായത്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആശുപത്രി മണം ആശുപത്രിയിലെ ജോലിക്കാർക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആശുപത്രി മണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദുർഗന്ധം അവിടുത്തെ ജോലിക്കാർക്കും വരും. ഇന്ന് നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഇവിടെയുണ്ട്. ഞാൻ അറുനാടൻ കയ്യിൽ ഇന്നലെ മീറ്റിങ്ങിന് പോയപ്പോഴാണ് കണ്ടത്. ചുള്ളിയോട് ആശുപത്രി മണമില്ലാത്ത ആശുപത്രി ഉണ്ടാക്കിയപ്പോൾ ജോലി കഴിഞ്ഞ് പുറത്ത് പോകുന്നവർ ബസ്സിലിരിക്കുമ്പോൾ, പണ്ട് ഫറൂഖ് ആശുപത്രിയിലും ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിയിലും ജോലി തീരുന്ന കാലത്ത് അവർ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് മണം ഉണ്ടായിരുന്നു. ഇന്ന് ആശുപത്രി മണമില്ലാത്ത ആശുപത്രികൾ ഉണ്ടാക്കിയെന്ന് അവർ ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നലെ 13 വയസ്സുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടു. ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, പവർ കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടി കേട്ടിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നപ്പോൾ പത്രസമ്മേളനം നടത്തുന്ന പവർ കട്ടിൻ്റെ സമയം നീട്ടിയോ എന്ന് പറയാനാണ്. കേരളത്തിൽ പവർ കട്ടില്ലാത്തൊരു കാലം വികസനമല്ലേ? നിങ്ങൾ നിലമ്പൂരിലെ സ്കൂളിലേക്ക് വാ, ഏത് സ്കൂളിലേക്ക് വേണം ഞാൻ വരാം, ബഹുമാനപ്പെട്ട രാജീവ് പി നായരുമായിട്ട്. ഏത് ആശുപത്രിയിലേക്ക് ഞങ്ങൾ വരാം, ഏത് റോഡിലേക്ക് ഞങ്ങൾ വരാം. സർക്കാരിൻ്റെ കോളേജ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്, അതിന് കിബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇവർ വെടിവെച്ച് കൊന്ന MLA ഉണ്ടല്ലോ, സഖാവ് കുഞ്ഞാലി, 42 വയസ്സിൽ കോൺഗ്രസ്സുകാർ വെടിവെച്ച് കൊന്ന കുഞ്ഞാലി MLA-യുടെ ഒരു പേരിലാണല്ലോ ബൈപ്പാസ് നിലമ്പൂരിലുണ്ടാകുന്നത്. എത്ര കോടിയാണ്? ഞങ്ങൾ കൃത്യമായിട്ട് കണക്കിറങ്ങിയിട്ടുണ്ട്. ഈ 2200 കോടിയോളം രൂപ ഈ മണ്ഡലത്തിൽ 9 കൊല്ലക്കാലം കൊണ്ട് ചെലവഴിച്ചതിൻ്റെ ഗുണം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. ഞാനിവിടെ തന്നെ പാട്ടക്കരിമ്പ് എന്നൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ എല്ലാ വീട്ടിലും കറണ്ടുണ്ട്, പക്ഷേ 2 വീട് കറണ്ടില്ല. അപ്പോൾ അതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ 2 വീട് നിർമ്മിച്ച സമീപകാലത്താണ്. അപ്പോൾ വനവുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് കുറേ അനുമതികൾ വേണം. ഞങ്ങൾ ഇലക്ട്രിസിറ്റി മന്ത്രിയോട് പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ 2 വീട്ടിലാണ് കറണ്ട് കൊടുക്കാൻ ബാക്കി. അത് പണ്ട് കൊടുക്കാത്തതല്ല, പുതിയ വീട് വന്നപ്പോൾ കറണ്ട് എത്തിയിട്ടില്ല. നീലഗിരി ജില്ലയുടെ അതിർത്തിയിലുള്ള ഒരു വനമേഖലയിലാണ് ഞാൻ സംസാരിക്കുന്നത്, അമരമ്പലം പഞ്ചായത്തിൽ. നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം, ഈ വികസനം നടക്കുന്നൊരു മണ്ണിൽ നിന്നിട്ട്, ഇവിടെ ചവിട്ട് നിന്നിട്ട് ഇവിടെ വികസനം ഇല്ല എന്നൊക്കെ ആരോടാ പറയുന്നത്? BJP-ക്കാർ. ഇനി രണ്ടാമത്തെ കാര്യം, പെൻഷൻ. BJP-ക്കാർ പെൻഷനെക്കുറിച്ച് പറയണമെങ്കിൽ ഇവർ ചെറിയൊരു നക്കാപ്പിച്ച് തരുന്നുണ്ടല്ലോ. BJP കേന്ദ്രത്തിൽ നിന്ന് 6.24 ലക്ഷം പേർക്ക്, കേരളത്തിൽ 62 ലക്ഷം പേർക്ക് പെൻഷൻ ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ 63.66 പേര് പെൻഷൻ ലിസ്റ്റിലുണ്ട്. മസ്റ്റർ ചെയ്ത് വരുമ്പോൾ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കണം. അതിൽ 6.24 ലക്ഷം പേരെന്ന് പറയുന്നത് വിധവകളുണ്ട്, അതുപോലെ തന്നെ അംഗപരിമിതരുണ്ട്. അങ്ങനെ കൊടുക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള സിറ്റിസൺസിന് 80 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ. അങ്ങനെ കൊടുക്കുന്ന പെൻഷനിലെ കേന്ദ്രം എത്രയാണ് കുടിശ്ശിക എന്നറിയാം? അതെ, എത്രയാണ്
ഈ കേന്ദ്രത്തിൻ്റെ കുടിശ്ശിക എന്നറിയാമോ? ഞാൻ പറയാം, 2 കൊല്ലമായി കേന്ദ്രം ഒരു വെള്ളി രൂപ തന്നിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 400 കോടി രൂപ കേന്ദ്രം കുടിശ്ശിയാക്കിയിരിക്കുക. 400 കോടി രൂപ ഈ കേരള അഡ്വാൻസ് ചെയ്തിട്ടാണ് പെൻഷൻ കൊടുത്തിരിക്കുന്നത്. 400 കോടി രൂപ കേരള അഡ്വാൻസ് ചെയ്തിട്ടാണ്, കേന്ദ്ര അഡ്വാൻസ് ചെയ്തിട്ടാണ്. വലിയ തുക തരുന്നില്ല. 98% കേരളത്തിനാണ്. അതിൽ തർക്കത്തിൻ്റെ പ്രശ്നമില്ല. എന്താ കാരണം? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആകെ പെൻഷൻ എത്ര കൊടുത്തു? നമുക്കൊരു കണക്കുണ്ട്. LDF സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 76,000 80,000 കോടിയിലേക്ക് കണക്കുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KSRTCക്ക് എന്നാ കൊടുത്തു? 1,600 കോടി. ഇപ്പോൾ LDF സർക്കാർ വന്നപ്പോൾ എത്ര കൊടുത്തു? 12,000 കോടിയായി. 9 കൊല്ലം കൊണ്ട്. 5 കൊല്ലം കൊണ്ട് 1,600 കോടി, മറ്റത് 12,000 കോടി 9 കൊല്ലം കൊണ്ട്. നമുക്ക് കണക്കെടുക്കാം. ചിലവായ പൈസയുടെ കണക്കെടുത്താൽ മതി. അതാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. ചിലവായ പൈസയുടെ കണക്കെടുത്താൽ എന്താണ് കേരളത്തിലെ ഈ പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ, ഇവിടുത്തെ കോൺഗ്രസ് ചെയ്തതെന്നുള്ള വ്യക്തമാകും. അതുകൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിലോ ക്ഷേമത്തിൻ്റെ കാര്യത്തിലോ ഈ നാട്ടിലെ ആളുകളെ പറ്റിച്ചൊരു കാര്യം പറയാൻ പറ്റിയില്ല. പിന്നെ ആകെ അവരുടെ അവസാന കൈയെന്ന് പറയുന്നത് വർഗീയത പറയലാണ്. അതെല്ലാ കാലത്തും ഉള്ളതാണ്. ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പറയുന്നത്, കേരളത്തിൻ്റെ വികസനത്തിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ LDFനല്ലാതെ ആർക്ക് വോട്ട് ചെയ്യണം? ഈ നവംബർ 1-ാം തീയതി അതിദരിദ്രരില്ലാത്ത കേരളം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റ് പറയുമോ? പിന്നെ അദ്ദേഹം പറഞ്ഞു വനത്തിൻ്റെ എല്ലാ അവകാശവും കൂട്ടി തന്നിരിക്കുകയെന്ന്. ഞാനൊന്ന് ചിരിച്ചോട്ടെ അതിന്. കാരണം എന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ എല്ലാ അധികാരത്തിൻ്റെ മേലെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന മോദി വനം മാത്രം വന്നപ്പോൾ പുലിയെ നിങ്ങൾ പിടിച്ചോ, ഇവിടുത്തെ സിംഹത്തിനെ നിങ്ങൾ പിടിച്ചോ, ആനയെ നിങ്ങൾക്ക് തന്നേക്കാം, അങ്ങനെ മോദി ഉത്തരവിട്ടോ? ഏതെങ്കിലും പാർലമെൻറ്റിൽ ഏതെങ്കിലും മന്ത്രി വിവരമില്ലാതെ എഴുതി കൊടുക്കുന്ന സാധനമാണോ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റുന്ന നിയമം? അങ്ങനെയാണോ നിയമം? നിയമം എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമമാണ്. ആ നിയമത്തിനകത്ത് പുലിയെ വെടിവെക്കാൻ അവകാശമുണ്ടോ? കടുവയെ വെടിവെക്കാൻ അവകാശമുണ്ടോ? ആനയെ വെടിവെക്കാൻ അവകാശമുണ്ടോ? രാജസ്ഥാനിൽ ഇതുപോലെ തന്നെ ഒരു IFS ഉദ്യോഗസ്ഥൻ ഒരു അപകടം വന്നപ്പോഴത്തേക്കും അവിടെ പുലിയെ വെടിവെച്ചു. ആ കോടതിയിലെ കേസിൽ അയാളെ ഇട്ട് ചെയ്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ കോടതികൾ, ഇത് കൈകാര്യം ചെയ്യുന്ന കോടതികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ? IFS ഉദ്യോഗസ്ഥന്മാരും വനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ജയിലിലേക്ക് പോകും. അവർ ഉത്തരവിടില്ല. നിങ്ങൾ പറയണ്ടല്ലോ IFS ഉദ്യോഗസ്ഥൻ എന്തോ അധികാരമുണ്ടെന്ന്. പുലി വന്നാൽ ഉടനെ IFS ഉദ്യോഗസ്ഥൻ യോഗം വിളിക്കണം. ആ യോഗം വിളിച്ചിട്ട് പുലി അവിടെ നിൽക്കുമോ? യോഗം വിളിക്കും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ തന്നെയാണ് നമുക്കറിയാം സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. പറ്റിക്കല്ലേ ഇവര്. നിയമത്തിൽ മാറ്റം വരുത്തണം. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, നിയമത്തിൽ മാറ്റം വരുത്തണം. BJPയോട് പറയണത് നിയമത്തിൽ മാറ്റം വരുത്തൂ. കോൺഗ്രസ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ ഇടപെടുവാന്ന് പറഞ്ഞു. അദ്ദേഹം 5 കൊല്ലം ഇവിടുത്തെ MP ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പെങ്ങളാണ് MP. അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിനോട് താല്പര്യമില്ല. കാരണം അവരുടെ എല്ലാം അഭിവന്ധിയായ അച്ഛൻ്റെ അമ്മ ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അധികാരമില്ല. നമ്മുടെ അധികാരം എല്ലാം കോൺഗ്രസും BJPയും കൂടെ കൊണ്ടുപോയിട്ട് ഇനി പിണറായി വിജയൻ വെടിവെച്ചോ, പുലി വരുമ്പോൾ പിണറായി വിജയൻ അവിടെ നിന്നോ, അല്ലെങ്കിൽ പുലി വരുമ്പോൾ സംസ്ഥാനത്തെ മന്ത്രി പോയി നിന്നോ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പാർലമെൻറ്റിലെ മറുപടിയല്ല അവിടുത്തെ. നിയമ ഭേദഗതി ഉണ്ടാക്കുമോ? അതാണ് BJPയോടുള്ള ചോദ്യം. നിയമ ഭേദഗതി, സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന നിയമ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രത്തിലെ മോദി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. BJPക്കാരെ അതിനെ വെല്ലുവിളിക്കുന്നു.